നമസ്കാരം. എല്ലാവർക്കും ENT ആൻഡ് ഐ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കാലാവസ്ഥയിൽ മിക്കവരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് തുമ്മലും മൂക്കടപ്പും. കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മലും അതുപോലെ തന്നെ മൂക്കടപ്പും, പ്രത്യേകിച്ച് ഈ ഒരു മഴ തണുപ്പ് പോലെ ഉള്ള സിറ്റുവേഷനുകൾ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ചും അതിനുള്ള കുറച്ച് ഹോം റെമഡീസിനെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഡോക്ടർ ഇത് അലർജി കാരണമാണോ? പക്ഷേ എനിക്ക് എല്ലായ്പ്പോഴും ഈ അലർജിയുടെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത് അലർജി കാരണമുള്ളൊരു റൈനൈറ്റിസ് അല്ലെങ്കിൽ ജലദോഷമൊന്നുമല്ല. ഇതിനെ വാസോ മോട്ടോർ റൈനൈറ്റിസ് എന്നാണ് മെഡിക്കൽ ലാംഗ്വേജിൽ ഇതിനെ പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്ത് ഫാന് കൂടി ഇട്ടിട്ട് കിടക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള തുമ്മൽ, മൂക്കടപ്പ്, അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കുള്ള ഒരു തുമ്മലും മൂക്കടപ്പും. ഇതൊക്കെ തന്നെയാണ് അലർജിക് റൈനൈറ്റിസിൻ്റെ അല്ലെങ്കിൽ അലർജി കാരണമുള്ള ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടും ഉള്ളത്. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് ഇത് അലർജി ആണോ എന്ന്. പക്ഷേ അത് ഈ ഒരു സമയത്താണ് കൂടുതൽ അഗ്രവേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലായിട്ടും ഈ ഒരു ക്ലൈമറ്റിലെ വ്യത്യാസങ്ങൾ, അതായത് ഒരുപാട് തണുപ്പ് കൂടുതൽ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കാറ്റ്, അത് ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ സ്പൈസി ഫുഡ്, ഭയങ്കര എരിവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാലും ചിലർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട്. ചില പെർഫ്യൂംസിൻ്റെ മണങ്ങൾ, ചില എല്ലാ പെർഫ്യൂംസൊന്നും ഞാൻ പറയുന്നില്ല, ചില പെർഫ്യൂംസിൻ്റെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഗന്ധം ചിലർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കണ്ടുവരുന്നു. പിന്നെ അതുപോലെ ഡ്രൈ ആയിട്ടുള്ള എയർ, ഇപ്പം നമ്മളൊരു കൂളർ ഉപയോഗിച്ച് ആ കൂളറിലെ വെള്ളം മാറ്റാതെ കുറേ കാലം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു പ്രശ്നം ചിലരെങ്കിലും ഫേസ് ചെയ്യുന്നു. പിന്നെ ചിലർ പറയുന്നതാണ് പെയിൻറ്റിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, പെയിൻറ്റിൻ്റെ സ്മെല്ല് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് ഇവർക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ വരും, തൽഫലമായിട്ട് മൂക്കടഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ചിലർക്ക് സിഗരറ്റിൻ്റെ ആ ഒരു സ്മോക്ക്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒരു അലർജി മാനിഫെസ്റ്റേഷൻസ് അല്ല. ഇവരുടെ ബ്ലഡിൽ നോക്കിയ അലർജിയുടെ കൗണ്ട്സ് ഒന്നും തന്നെ കൂടിയിട്ടൊന്നും കാണില്ല. പക്ഷെ ഇത് ശരീരത്തിൻ്റെ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, നാഡീവ്യൂഹത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ തുമ്മലിനും മൂക്കടപ്പിനും ഒക്കെ കാരണമായി വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാം? ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ തുളസിയില. എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് തുളസിയില. ഇത് ഏത് തുളസി, കൃഷ്ണ തുളസിയോ പച്ച തുളസിയോ എന്താവട്ടെ, കുറച്ച് തുളസിയില, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇഞ്ചി അല്ലെങ്കിൽ ചുക്കാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇഞ്ചി ആയാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 1.5 അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് കുറുക്കിയിട്ട്, ഒരുപാട് കഷായം പോലെയൊന്നും ആക്കണ്ട, പക്ഷേ എന്നാലും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായി തിളപ്പിച്ചിട്ട് അത് ചെറു ചൂടോടെ രാവിലെ കുടിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് മഞ്ഞൾ. നമുക്കറിയാം ഏറ്റവും അലർജിക്ക് ബെസ്റ്റായിട്ടുള്ളൊരു മെഡിസിനാണ് മഞ്ഞളിൽ ആൻറ്റി ഹിസ്റ്റമിനിക് പ്രോപ്പർട്ടി. ഇപ്പോൾ പല മെഡിസിനിലും നമ്മൾ അലർജിക്ക് കൊടുക്കുന്ന മെഡിസിനിൽ നോക്കിയാലും അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ്. അപ്പോൾ ഇത് വാം വാട്ടറിൽ, അതായത് ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞളിട്ട് കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ്. പിന്നെ ആവി കൊള്ളുമ്പോൾ അതിൽ യുക്കാലിയുടെ ഓയിൽ ഉണ്ടെങ്കിൽ, എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒറ്റിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കല്ലുപ്പിട്ടിട്ട് അതിൻ്റെ ആവി കൊള്ളുന്നതും വളരെ ഫലപ്രദമാണ്. പിന്നെ മൂക്കടപ്പായിട്ട് കുറേ പേർക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേസൽ ഇറിഗേഷൻ, അല്ലെങ്കിൽ ഈ ഉപ്പിൻ്റെ വെള്ളം മൂക്കിലുറ്റിക്കുക, നേസൽ ഡ്രോപ്സ് മൂക്കിലിറ്റിച്ച് കഴിഞ്ഞാൽ അത് ഈ നേസൽ കഞ്ചഷൻ, അതായത് മൂക്കടപ്പുള്ളവർക്ക് നല്ല വ്യത്യാസങ്ങൾ കണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹോം റെമഡീസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഇനിയൊരു വിശകലനം അല്ലെങ്കിൽ ഹോം റെമഡീസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് ഫോമിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഒരു മറുപടി തരുന്നതാണ്. താങ്ക് യു.